നെവിൻ പോളിൻ്റെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടു വന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നതാണ്. സത്യം പറഞ്ഞാൽ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പടം പ്രതിച്ഛായ അല്ലേ, പ്രതിച്ഛായ എന്ന് പറഞ്ഞ പടമാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ എന്താണ് അമ്മയ്ക്ക് എന്താ തോന്നി? എനിക്ക് ഉറക്കൊന്നും വന്നില്ല. ഉറക്കൊന്നും വന്നില്ല. ഇല്ല. അമ്മ ഇങ്ങനെ തട്ടൊക്കെ ഇട്ടിട്ട് അല്ല, ഇത് പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മേക്കിംഗ് സെക്ഷൻ ഒരു രക്ഷയില്ല, കിടിലനാണ്. എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അമ്മയ്ക്ക് എന്താ തോന്നി? ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി കാണില്ലേ, അമ്മയ്ക്ക് എന്താ തോന്നി? അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് എങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ഇത് കുറച്ചൊക്കെ അങ്ങനെ പറയുന്നൊരു സിനിമ, പക്ഷെ മുഴുവൻ സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്താണെന്നുള്ളത്. അതെ, പടത്തിൽ ഓവറോൾ അതിൻ്റെ മേക്കിംഗ് ആയാലും വീഡിയോഗ്രാഫി ആയാലും സിനിമാറ്റോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാട്ടോ, അത് സത്യം അല്ലേ. പിന്നെ അതിനകത്ത് ഫസ്റ്റ് സിനിമേൻ്റെ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്കിഷ്ടം അങ്ങനെയുള്ള സിനിമയൊക്കെ കാണാൻ. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഞാനിരുന്ന് കണ്ട് ഉറക്കൊന്നും വന്നില്ല. ഉറക്കം വന്നില്ല. അതേപോലെ ഇപ്പോൾ നെവിൻ പോളിൻ്റെ ഒരു വേറൊരു ടൈപ്പ് പടം പോലെ എനിക്ക് തോന്നി. ഒരു കംബാക്ക് എനിക്ക് തോന്നിയത്. ശബ്ദമല്ല, നെവിൻ പോളിൻ്റെ ഒരു കംബാക്ക് എനിക്ക് പക്ഷേ എനിക്ക് ഓവറോൾ ഞാനൊരു പാർട്ടി അങ്ങനത്തെ പരിപാടികളിലൊന്നും ഇൻക്ലൂഡ് ആകാത്ത ഒരാളാ. അല്ല, എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് വേറൊരു സിനിമ അല്ലേ, മോഹൻലാലൊക്കെ ഉള്ള ലൂസിഫറോ? ലൂസിഫറിൽ ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഉണ്ട്. അത് മുണ്ടും ഷർട്ടിലും അത് മാത്രമല്ല, അങ്ങനെയല്ല അതിലെ സ്റ്റോറീന്റെ ഒക്കെ ഒരു ലൂസിഫർ പോലെയോ? അതുപോലെ ലൂസിഫറിൽ നെവിൻ പോളി ഇല്ലല്ലോ. നെവിൻ പോളി ഉണ്ട് പറഞ്ഞില്ലല്ലോ ഞാന്. നെവിൻ പോളി ഉണ്ട് നല്ലല്ലോ പറഞ്ഞു ഞാൻ. അതിലുള്ളത് ഇവനല്ലേ, എന്തായിരുന്നു, മോഹൻലാലും പിന്നെ ടോവിനോ. അതല്ല, അത് വർഗീസ് ഒക്കെ അല്ലാണല്ലോ. പക്ഷേ എനിക്ക് പേഴ്സണലി പറഞ്ഞ ഒരു പാർട്ടി പടം പോലെ തോന്നി. പാർട്ടിനെ കുറച്ച് ധാരണയൊക്കെ വേണം എന്നൊക്കെ തോന്നി. കുറെ ഡയലോഗ്സ് ഇങ്ങോട്ട് സിങ്ക് ആവണമെങ്കിൽ. അതൊക്കെ ശരിയാണ്. അത് ശരിയല്ലേ? ദിലീപിന്റെ രാഷ്ട്രീയ സിനിമ ഏതാ? അതുപോലെ തോന്നി ദിലീപിന്റെ. ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ മേക്കിംഗ് പറയണം. മേക്കിംഗ് എല്ലാ പടത്തിലും ഇപ്പോൾ ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആണ്. അതേപോലെ ഈ പടത്തിൽ ആ മേക്കിംഗ് ക്വാളിറ്റി എന്തായാലും ഉണ്ട്. പിന്നെ കുറേ ഫൈറ്റ് സീനൊന്നും പ്രതീക്ഷിച്ച് പോകാൻ നിൽക്കണ്ട. അതിലാകെ സ്റ്റാർട്ടിങ് നെവിൻ പോളിൻ്റെ ഒരു ചിരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഒരു കോമഡി പോലെ ഫീൽ ചെയ്ത് പെട്ടെന്ന് ഈ പടത്തിൽ നിന്ന് മാറിപ്പോയത് പാർട്ടി പടം അല്ലേ തോന്നിപ്പോയി. ഒരു അല്ലേ, ഞാനും ഫുള്ള് പാർട്ടി പടമാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നമുക്ക് കണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന അച്ഛനും മോനും തമ്മിലുള്ള നല്ല ബോണ്ട്. അതെ അത് അതിൽ ഭയങ്കരമായിട്ട് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല ഇമ്പോർട്ടൻസ്. അതിൽ അമ്മേന്റെ ക്യാരക്ടർ ഭയങ്കര കേട്ടോ. പവർഫുൾ ആയിട്ടുള്ള ഒരു അമ്മ. അതെ, സെക്കൻഡ് ഹാഫിന് ശേഷം അമ്മേന്റെ ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്നുണ്ട്. ആദ്യം തോന്നുന്നു അമ്മയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, പക്ഷെ ലാസ്റ്റ് അമ്മ നല്ല ഡോമിനേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. അതൊരു അല്ലേ. അതെ വേറെ ഇപ്പോൾ പടത്തിനെ പറ്റി നമുക്ക് അധികമായിട്ട് പറയാനൊന്നുമില്ല. പക്ഷെ പടം ഒരു ഫാമിലി ആയിട്ട് പോയി ഇരുന്ന് കാണാൻ പറ്റും. ഒരു തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും മേക്കിങ്ങും ഒക്കെ സൂപ്പർ. ആ തിയേറ്ററിൽ കണ്ടാലൊരു രസം. തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണാൻ ഇഷ്ടമുള്ളവർക്ക് പോയിരുന്ന് കാണാം. അതെ, ഒരു വേറൊരു ജേണൽ പടം അല്ലേ. ഇപ്പൊ അടുത്ത് കണ്ട ഒരു പടം പോലെ അല്ല. അടുത്ത് കുറെ ടൈം ട്രാവലൊക്കെ ആണല്ലോ ഇറങ്ങുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു റിയൽ ലൈഫായിട്ട് നമ്മളെ ഇപ്പോഴുള്ള ഒരു സൊസൈറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. പക്ഷെ എനിക്ക് അത് കണക്ട് ആയില്ല. ഞാൻ ഒന്നാമത് പാർട്ടി അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് കാണുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ലൈക്കാവുന്ന എനിക്ക് തോന്നുന്നു. എനിക്ക് വലിയ കുട്ടികളായിട്ട് പോയി ഇരുന്ന് കാണാനുള്ളത് അങ്ങനത്തെ ഒരു കുട്ടികൾക്ക് ഉണ്ടാവൂല. പക്ഷെ നെവിൻ പഠിത്തം ഇറങ്ങിയ മറ്റേ ഡെലുലു ആ സാധനം നല്ല കോമഡി ആയിട്ടുള്ളൊരു തമാശ. അതുപോലൊരു പടമല്ല ഒരിക്കലും. സീരിയസ് മൂവിയാണ്. സീരിയസ് ആണ്. പക്ഷെ സംഭവങ്ങള് ഇരിക്കേണ്ടതാണ്. ഇപ്പൊ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്തുണ്ട്. സൊസൈറ്റിയിൽ നടക്കുന്ന കുറെ കാര്യങ്ങള് ഒരു വേറെ ഓരോ രൂപത്തിൽ പറയാണ്. എനിക്ക് ഇന്നവരെ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. എനിക്കത് അറിയാത്തതുകൊണ്ട് സൊസൈറ്റിനെ പറ്റി നല്ല ധാരണ ഉള്ളൊരു പോയി കണ്ടാൽ മതി. എനിക്ക് അങ്ങനൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ സൊസൈറ്റിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലേ മേ. പടം വേണമെങ്കിൽ കാണാം, നല്ലതാണ്. എല്ലാവർക്കും കൂടെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുമെങ്കിൽ കാണാം അല്ലേ. എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് പോയി കാണാം. അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട്, രാത്രി 12 മണിയാ. ബാക്കി അടുത്ത നിങ്ങൾ എല്ലാവരും പോയി ഫാമിലി കാണും. നല്ല പടം, നെവിൻ പോളി പടമാണ്.
നെവിൻ പോളിന്റെ കംബാക്ക് ഒന്നും പോലെ എനിക്ക് തോന്നിയില്ല. പക്ഷെ എനിക്ക് തോന്നി നിവിൻ പോളിയുടെ കുറെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഏരിയാസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് പക്ഷെ മറ്റേ അതിന് ഇപ്പൊ അടുത്തിറങ്ങിയ മറ്റേതില്ലേ ഡെലുലു, ആ പടത്തിന് നെവിൻ പോളിന്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനകത്ത് ഫുള്ള് ചിരിക്കാറുണ്ട് നെവിൻ പോളി, ആ കോംബോ അങ്ങനത്തെ. നിവിൻ പോളിയുടെ ഒരു സീരിയസ് ക്യാരക്ടറാണ് ഇത്. ആ പിന്നെ മറ്റേ ആളുണ്ട്, അതിരുന്നു അതെ, അതിലൊരാള് ആരാ? മറ്റേ ഹരി ആ ആ ഹരിശ്രീ ആ അശോകൻ. ഹരിശ്രീ അശോകന്റെ ക്യാരക്ടർ ഹരിശ്രീ അശോകൻ. ഇടയ്ക്കൊരു ഇങ്ങനെ ചിരിയൊക്കെ ഉണ്ട്. അത് നിവിൻ പോളിയുടെ അച്ഛന്റെ അഭിനയം ആ അത് രക്ഷയില്ല. അത് അതായത് ബാലേന്ദ്ര മേനോൻ. ആ ആ ബാലചന്ദ്രമേനോന്റെ അഭിനയം. ബാലേന്ദ്ര മേനോന്റെ സിനിമ. ഒരു ആ രക്ഷയില്ല, ശരിയാ. അടിപൊളിയായിരുന്നു. അത് ശരി അതൊരു രക്ഷയില്ല കേട്ടോ. ബാലേന്ദ്ര ബാലചന്ദ്രമേനോന്റെ മേനോന്റെ ആ സംഭവം അല്ലേ. അച്ഛനായിട്ടുള്ള ഒരു ഞാൻ കുറച്ച് പ്രായമായ ശേഷം ബാലേന്ദ്ര മേനോന്റെ സിനിമ ഇപ്പൊ കുറെ കാലമായിട്ട് കാണുന്നില്ലായിരുന്നല്ലോ. പക്ഷെ ആയിട്ടുള്ള പക്ഷെ ഭയങ്കര വയസ്സ് തോന്നുന്നു. രണ്ട് രീതിയിലുണ്ട്. അച്ഛനായിട്ടുള്ള ഒരു അഭിനയം, ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു അഭിനയം, രണ്ട് രീതിയിലുള്ള ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അതെ, അപ്പോ ഒരു ഫാമിലി ആയിട്ട്. അതേപോലെ മറ്റേ അച്ഛനും ആ സായികുമാർ. സായികുമാർ അതെപ്പോഴും അടിപൊളിയാണല്ലോ, അതുപോലെ തന്നെ അടിപൊളിയാണ്. അതെ സൈലന്റ് ക്യാരക്ടറാണ്, പക്ഷെ മേജർ പിന്നെ ക്യാരക്ടർ. മറ്റേ ഇവനില്ലേ എന്തായിരുന്നു നെവിൻ പോളിന്റെ ഓപ്പോസിറ്റ് ഷറഫുദ്ദീൻ. ഷറഫുദ്ദീന്റെ ഒരു സൂപ്പർ. ആ അതുപോലെ തന്നെ ഷറഫുദ്ദീൻ ഒരു അടിപൊളി വില്ലൻ കുറച്ചും കേട്ടോ. കൂടെ കുറച്ചും കൂടെ നല്ല ഇതിലേക്ക് നല്ല കുറച്ചും കൂടെ ഒരു അത് കഴിഞ്ഞിറങ്ങുമ്പോ ആ നല്ലൊരു വില്ലനിസം കഥാപാത്രം മൈൻഡിൽ തന്നെ ഉണ്ടാവും. മനസ്സിൽ അത്യാവശ്യം നല്ല കോമഡി മാത്രമല്ല, ഇങ്ങനത്തെ ക്യാരക്ടറും നന്നായി ചേരും. അത് തോന്നിപ്പോയി. ഷറഫുദ്ദീനെ നമ്മളൊരിക്കലും സ്റ്റാർട്ടിങ് കുറച്ച് കാണുമ്പോൾ ഷറഫുദ്ദീൻ എങ്ങോട്ടാ പോണേ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവില്ല. പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് ഷറഫുദ്ദീനാണ് അതെന്താന്നുള്ള അങ്ങനെ പോയി കാണണോ. പ്രേമത്തിന് ശേഷം നിവിൻ പോളിയും ഷറഫുദ്ദീനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഇപ്പോഴാണ് പിന്നെ കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ എന്തായാലും പടം എല്ലാവർക്കും കാണാം ഫാമിലി ആയിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ. ഓക്കെ.